ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഹാപ്പി ഓണം, ഹാപ്പി തിരുവോണം. അപ്പം എൻ്റെ ചെറിയ തിരുവോണ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അത്തപ്പൂക്കളം ഫിനിഷായി. ഇനി ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡിയാവാൻ പോവാണ്. ഞാൻ അങ്കി അപ്പോൾ എല്ലാവരും ഹായ് ഹായ് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അങ്കി വെയിറ്റ് ചെയ്ത്. നാത്തൂനെ വന്നിരിക്കുകയാണ്. എന്ത് വേണം, അടിപൊളിയായിട്ടുള്ള അങ്കിയുടെ അത്തപ്പൂക്കളാണ് കേട്ടോ ഇത്. അത്തപ്പൂക്കളൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇറങ്ങി. കഴിഞ്ഞ 2 വർഷം അബുദാബിയിലായിരുന്നല്ലോ ഓണം. നാട്ടിലെ ഒരു വൈബ് നമ്മൾ എത്ര വിചാരിച്ചാലും അവിടെ കിട്ടില്ലല്ലോ. ഞാനിതിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോകാൻ റെഡിയായി ഇറങ്ങിയാണ്. അമ്പലത്തിലേക്ക് പോവുകയാണ് ഗായ്സ്. ഞങ്ങൾ എനിക്ക് വേണ്ടി നീയാണ് സംസാരിക്കുന്നത്. അങ്കി വന്നു ഗായ്സ്. ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ഗായ്സ്. ഞാൻ ഒന്ന് സംസാരിക്കണ്ട, അപ്പൊ സംസാരിക്കല്ലോ. ഒരു ഹാപ്പി ഓണം പറഞ്ഞു. ഹാപ്പി ഓണം. വണ്ടി വരുന്നു. അങ്കി കാവങ്കളങ്ങര അമ്പലത്തിൽ തൊഴുതിട്ട് പോകുന്നു. കാവങ്കുളങ്ങര അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ വണ്ടി അടിക്കല്ലേ അന്നൊന്ന് പറഞ്ഞതാ എന്റെ വ്ളോഗില്. അറിഞ്ഞോ? അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിഞ്ഞ് ഞാൻ ആനന്ദിനെ വിളിച്ചതാണ്. ആനന്ദിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത്. ഇന്ന് ആനന്ദ് വരണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവസാനം പ്ലാൻ ബാക്കപ്പ് ആക്കിയത്, വരാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാവരുടെ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ട് അവിടെയും ആനന്ദ് ഫ്രണ്ട്സിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അവരെല്ലാവരോടും ഓണസദ്യ വിടുന്നത്. അപ്പോൾ അത്ര അങ്ങോട്ട് ഡൗൺ ആയിട്ടില്ല, എല്ലാവരോടും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഓണം എല്ലാം കഴിഞ്ഞ് സദ്യ എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞങ്ങളൊരു ഡാൻസ് വീഡിയോ എടുക്കാൻ പോവാം. നന്ദോ ഞങ്ങൾക്ക് ഡാൻസ് വീഡിയോ ഒക്കെ എടുത്തരുത്. അവശത കാണിക്കെങ്കി. സദ്യ ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കി അടിപൊളി സദ്യ. ഹലോ, അങ്ങനെ ഞാൻ തിരിച്ചെത്തി. ആനന്ദിൻ്റെ വീട്ടിലായിരുന്നു തിരുവോണം. അപ്പോൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഒരു 4 മണിയായപ്പോൾ ഇറങ്ങി ഇവിടെ എത്തി. അനിയനാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇവിടെ എത്തി. ഇനി നാളെ ആവട്ടമൊക്കെ ഇവിടെയാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കാട്ടിലമ്പലത്തിൽ വരെ പോകണം. ഇവിടെ അടുത്തുള്ളൊരു ഫേമസ് അമ്പലമാണ്. അപ്പോൾ അമ്പലത്തിൽ വരെ പോകണം. അത് കഴിഞ്ഞ് വേറെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ രാത്രി കാണിച്ചു തരാം. ഇന്ന് അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. കുറേ നാളുകൾക്ക് ശേഷം, എനിക്കൊന്ന് ഒരു 3 വർഷത്തിന് ശേഷമാണ് നാട്ടിൽ, 2 വർഷത്തിന് ശേഷം 3ാമത്തെ ഓണം. കല്യാണം കഴിഞ്ഞിട്ട് ഇത് 3ാമത്തെ ഓണമാണെന്ന് തോന്നുന്നു. 3 2 എന്തോ ഒരു കണക്ക് തെറ്റി. അപ്പം കല്യാണത്തിന് ശേഷം ഇതുവരെ എല്ലാം അവിടെ ആയിരുന്നു, അബുദാബിയിലായിരുന്നു. അപ്പം നാട്ടിൽ അതിനു മുമ്പ് കൊറോണയായിരുന്നു. അങ്ങനെ കുറേ 3-4 ഓണം നാട്ടിൽ പോയി. അപ്പോൾ ഈ വട്ടം മാക്സിമം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇന്നും നാളെയൊക്കെ മാക്സിമം എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. അപ്പം അത്രേ ഉള്ളൂ. ഇനി അമ്പലത്തിൽ പോകുന്ന ബാക്കി കാണിക്കാം. അത് കഴിഞ്ഞ് ബാക്കി എല്ലാ കസിൻസൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും അപ്പുറത്തുണ്ട്. അപ്പോൾ അവരെയൊക്കെ കാണിക്കാം. ഓക്കെ. കൈ പിടിച്ചോണ്ട് നമ്മൾ അങ്ങോട്ട് പോകാം. കയ്യിൽ ഇച്ചിരി കൊണ്ട് ഇറങ്ങാൻ മതി. ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുതിട്ട് ഇറങ്ങാൻ പോവാം. ഭയങ്കര കാറ്റ്, നല്ല കാറ്റ്. ഇവിടെ ആകാശമൊക്കെ അടിപൊളിയല്ലേ കാണാൻ.